അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, 26-ാം തീയതി നമ്മുടെ മുതിർന്ന സഹോദരിമാരെക്കുറിച്ച്, നമ്മുടെ സ്വന്തം ഇത്താത്തമാരെക്കുറിച്ചാണ് UAE ജുമുഅ ഖുതുബ പ്രതിപാദിക്കുന്നത്. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം. ഹേ ജനങ്ങളെ, ഒരേ ഒരു സത്തയിൽ നിന്നു നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുക. ആ ഒരു സത്തയിൽ നിന്നു തന്നെ അവൻ അതിൻ്റെ ഇണയെ സൃഷ്ടിക്കുകയും അവരിരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും അവൻ ഭൂമിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഏതൊരു അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ അവകാശങ്ങൾ ചോദിക്കുന്നുവോ, ആ അള്ളാഹുവിനെയും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. സഹോദരങ്ങളെ, ഇന്നു നമുക്കേറെ ആദരണീയരായ, നമ്മുടെ മനസ്സിന് ഏറെ പ്രിയങ്കരരായ, നമ്മുടെ കുടുംബങ്ങളിൽ വലിയ സ്ഥാനമലങ്കരിക്കുന്ന നമ്മുടെ സഹോദരിമാരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഉപ്പയെയും ഉമ്മയെയും കഴിഞ്ഞ ശേഷം നമ്മുടെ പ്രവാചകർ നമ്മോട് ഓർമ്മപ്പെടുത്തിയത് നമ്മുടെ മുതിർന്ന സഹോദരിമാരെക്കുറിച്ചാണ്. പ്രവാചകരൊരിക്കൽ പറഞ്ഞു, താങ്കൾ പരിഗണന ആരംഭിക്കേണ്ടത് ഉമ്മയിൽ നിന്നാണ്, പിന്നെ ഉപ്പയാണ്, അതു കഴിഞ്ഞാൽ സഹോദരിയാണ്, പിന്നീട് സഹോദരനാണ്. നമ്മുടെ വലിയ സഹോദരി എന്നാൽ താഴെയുള്ളവർക്ക് രണ്ടാമതൊരു ഉമ്മയാണ്. നമ്മളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ നമ്മുടെ ഇത്താത്തമാർ നമ്മെ ചുമന്നു നടക്കാറുണ്ട്. നമ്മൾ വലുതായാൽ നമ്മോട് കരുണ കാണിക്കും. യാതൊന്നും പ്രതീക്ഷിക്കാതെ എല്ലാം നമുക്ക് നൽകും. പ്രതിഫലേച്ഛയില്ലാതെ സേവന നിരതയാകും. കരുണയുടെയും അനുകമ്പയുടെയും സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും ഉറവിടമാണവർ. വിശുദ്ധ ഖുർആനിലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിത ചരിത്രത്തിലും നമ്മുടെ ഇത്താത്തമാരെക്കുറിച്ച് ധാരാളമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട്. തലമുറകൾ മുതിർന്ന സഹോദരിയുടെ മഹത്വം ഉൾക്കൊള്ളുവാനും അവരുടെ കഠിനാധ്വാനം ഓർമ്മപ്പെടുത്തുവാനും നബിയുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം പ്രതിപാദിക്കവേ അവരുടെ മുതിർന്ന സഹോദരിക്ക് ചിരപ്രതിഷ്ഠ നൽകി. ആ ചരിത്രത്തിൻ്റെ സംഗ്രഹം ഇങ്ങനെയാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം മൂസാ നബിയുടെ മാതാവ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കടലിലെറിഞ്ഞു. പിന്നീട് ആവലാതിയിലായ ആ മാതാവ് മകളോട് പറഞ്ഞു, മൂസാ നബിയുടെ സഹോദരിയോട് പറഞ്ഞു, ഖുസ്സീഹി, നീ നമ്മുടെ മകനെ അന്വേഷിച്ചു കണ്ടുപിടിക്കണം. ആ പ്രിയപ്പെട്ട സഹോദരി സ്വന്തം സഹോദരനെ അന്വേഷിച്ച് സ്വന്തം ജീവൻ പണയം വെച്ച് പുറത്തിറങ്ങി. മൂസാ നബിയുള്ള സ്ഥലം മനസ്സിലാക്കി. അവിടെ എത്തിയ ശേഷം ധൈര്യസമേതം ആ സഹോദരി പറയുന്നത്, ഹൽ അദുല്ലുക്കും അലാ അഹ്ലി ബൈത്തിൻ യക്ഫുലൂനഹു ലക്കും വഹും ലഹു നാസിഹൂൻ എന്നാണ്. അതായത്, ഈ കുട്ടിയെ നിങ്ങൾക്ക് വേണ്ടി നന്നായി സംരക്ഷിച്ചു കൊള്ളുന്ന ഒരു വീട്ടുകാരെ ഞാൻ പരിചയപ്പെടുത്തിത്തരാം. അവർ ഈ കുട്ടിയോട് ഗുണകാംക്ഷ പുലർത്തുകയും ചെയ്യുമെന്ന്. ചുരുക്കത്തിൽ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനു രക്ഷയായതും ആ മാതാവിനു സമാധാനം തിരിച്ചു നൽകിയതും ഈ മുതിർന്ന സഹോദരിയുടെ ബുദ്ധിയായിരുന്നു, സുചിന്തിതമായ പ്രവർത്തനമായിരുന്നു. അതാണ് അള്ളാഹു പറയുന്നത്, ഫറദദ്നാഹു ഇലാ ഉമ്മിഹി കൈ തഖറ ഐനുഹാ വലാ തഹ്സൻ. അങ്ങനെ നാം മൂസാ നബിയെ അദ്ദേഹത്തിൻ്റെ മാതാവിനു തിരിച്ചേൽപ്പിച്ചു. അങ്ങനെ ആ മാതാവിൻ്റെ കണ്ണുകൾക്ക് കുളിർമയും അവർക്ക് ദുഃഖത്തിനു ശമനവുമുണ്ടായി. നമ്മുടെ പ്രവാചകർ മുഹമ്മദുനിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുലകുടി ബന്ധത്തിലൂടെ ഒരു സഹോദരിയുണ്ടായിരുന്നു. ഷൈമ ബിൻതുൽ ഹാരിസ് എന്നായിരുന്നു അവരുടെ പേര്. നമ്മുടെ പ്രവാചകർ കുഞ്ഞുനാളിൽ ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയോട് കൂടെയായിരുന്നപ്പോൾ അവിടെ വെച്ച് ഹലീമത്തു സഅദിയ റളിയല്ലാഹു അൻഹയുടെ മകളായ ഷൈമ
പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കരുണയോടെ ലാളിച്ചു. പ്രവാചകരെ എടുത്തു നടന്നു. അങ്ങേയറ്റത്തെ ശ്രദ്ധയോടെ കുഞ്ഞായ പ്രവാചകരെ അവർ പരിചരിച്ചു. പ്രവാചകരെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ ഷൈമാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പാടാറുണ്ടായിരുന്നു. അത്രയാ റബ്ബന അബ്ഖി ലനാ മുഹമ്മദ വഅഅതിഹി ഇസ്സൻ യദൂമു അബദ. അല്ലാഹുവേ, മുഹമ്മദ് എന്ന ഈ മോനെ ഞങ്ങൾക്കു നീ നിലനിർത്തി തരണമേ. ആ മോന് നീ അന്തസ്സും അഭിമാനവും എപ്പോഴും നൽകണമേ. പിന്നീട് വർഷങ്ങൾ ഒരുപാട് കഴിഞ്ഞ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷൈമാ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടുമ്പോൾ ആദരവോടെ ബഹുമാനത്തോടെ പ്രവാചകർ അവരെ സ്വീകരിച്ചു. നന്മയുടെ ഏറ്റവും സുന്ദരമായ ചിത്രങ്ങൾ നമുക്ക് പഠിപ്പിക്കുകയായിരുന്നു വിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രതിബദ്ധതയുടെ സുന്ദരമായ സന്ദേശം നമുക്ക് പ്രകടിപ്പിച്ചു കാണിക്കുകയായിരുന്നു വിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷൈമാ റളിയല്ലാഹു അൻഹയെ കണ്ടുമുട്ടിയപ്പോൾ പ്രവാചകർ തൻ്റെ തട്ടം വിരിച്ചു. പ്രവാചകരുടെ കണ്ണുകളിൽ കണ്ണുനീർ വന്നു. എന്നിട്ട് പ്രവാചകർ പറഞ്ഞു, ഇൻ അഹ്ബബ്തി അൻ തർജിഇ ഇലാ ഖൗമികി ഔസൽതുകി വ ഇൻ അഹ്ബബ്തി ഫഅഖീമി ഇൻദി മുകറമതൻ മുഹബ്ബബ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിലേക്കു തന്നെ തിരിച്ചു പോവണമെങ്കിൽ ഞാൻ നിങ്ങളെ അങ്ങോട്ടെത്തിക്കാൻ ഏർപ്പാട് ചെയ്യാം. ഇനി അതല്ല, എന്നോടുകൂടെ എൻ്റെ നാട്ടിൽ താമസിക്കുവാനാണ് ആഗ്രഹമെങ്കിൽ അഭിമാനത്തോടെ പ്രിയങ്കരിയായി ഞാൻ നിങ്ങളെ ഇവിടെ താമസിപ്പിച്ചുകൊള്ളാം. നാട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് ഷൈമാ റളിയല്ലാഹു അൻഹ അറിയിക്കുമ്പോൾ പ്രവാചകർ ആടുകളെയും ഒട്ടകങ്ങളെയും മറ്റും ഷൈമാ റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി നൽകി. നമ്മുടെ സഹോദരിമാരെ നാം എങ്ങനെ പരിഗണിക്കണമെന്ന്, അവരുടെ മഹത്വം സംരക്ഷിക്കണമെന്ന്, അവരുടെ നന്മകളെ വിലമതിക്കണമെന്ന്, അവരുടെ കഠിനാധ്വാനത്തിന് കൃതജ്ഞത കാണിക്കണമെന്ന് പ്രവാചകർ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകരുടെ അമ്മിഞ്ഞയിലെ സഹോദരി മാത്രമായിരുന്നിട്ടുകൂടി ഇത്രയേറെ സ്നേഹത്തോടെ ആദരവോടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പെരുമാറുന്നതാണ് നാം കാണുന്നത്. സത്യവിശ്വാസികളെ, നമ്മുടെ മുതിർന്ന സഹോദരിമാർ നമ്മുടെ ആദരവും ബഹുമാനവും ഏറ്റവും അർഹിക്കുന്ന നമ്മുടെ രക്തബന്ധമാണ്. അവരെ ചേർത്തു നിർത്തുന്നത് ഈമാനിൻ്റെ ഭാഗമാണ്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയസിൽ റഹിമഹു. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവർ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സ്വന്തം സഹോദരിക്ക് നന്മ ചെയ്യുകയും ആ ബന്ധം നിലനിർത്തുകയും ചെയ്യുക വഴി അള്ളാഹുവിൽ നിന്ന് വലിയ ഐശ്വര്യവും ആയുസ്സിൽ ബറക്കത്തും നേടിയ എത്രയോ സഹോദരങ്ങളുണ്ട്. പ്രവാചകർ പറഞ്ഞിട്ടുണ്ട്, മൻ സറഹു അൻ യുബ്സത ലഹു ഫീ റിസ്ഖിഹി വ അൻ യുൻസഅ ലഹു ഫീ അസരിഹി ഫൽയസിൽ റഹിമഹു. ഭക്ഷണത്തിൽ വിശാലതയുണ്ടാവണമെന്നും ദീർഘായുസ്സുണ്ടാവണമെന്നും ആഗ്രഹിക്കുന്നവർ കുടുംബബന്ധം ചേർത്തുകൊള്ളട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ജീവിതത്തിൽ അവർക്ക് താങ്ങും തണലുമായിരുന്നവർ നഷ്ടപ്പെടുമ്പോൾ നമുക്കവരോടുള്ള കടപ്പാടും ബാധ്യതയും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അവർക്ക് ഭർത്താവും മക്കളും ഇല്ലാതാവുകയും ജീവിതത്തിൽ ഒരു പിന്തുണ അവരാഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ ആ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്തു നിർവഹിക്കുവാൻ നമ്മളുണ്ടായിരിക്കണം. അതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് ആണയിട്ടു പറഞ്ഞത്, ലൈസ മിന്ന മല്ലം യർഹം സഗീറന വയഅരിഫ് ഹഖ കബീരിന. നമ്മളിലെ കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്തവനും മുതിർന്നവരുടെ അവകാശങ്ങൾ മനസ്സിലാക്കാത്തവനും നമ്മുടെ സമൂഹത്തിൽപ്പെട്ടവനേയല്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ഇത്താത്തമാരുടെ കാര്യത്തിൽ നാം അള്ളാഹുവിനെ ഭയപ്പെടുക. പ്രവാചകർ നമുക്ക് നൽകിയിരിക്കുന്ന സന്തോഷ വാർത്ത നാം സ്വീകരിക്കുക. ലാ യകൂനു ലി അഹദിൻ സലാസു ബനാത്തിൻ ഔ സലാസു അഖവാത്തിൻ ഫയുഹ്സിനു ഇലൈഹിന്ന ഇല്ലാ ദഖലൽ ജന്ന. ഒരാൾക്ക് 3 പെൺമക്കളോ 3 സഹോദരിമാരോ ഉണ്ടാവുകയും അവരോടവൻ നന്മയോടെ പ്രവർത്തിക്കുകയും ചെയ്താൽ തീർച്ചയായും അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. സത്യവിശ്വാസികളെ, നമ്മുടെ മുതിർന്ന സഹോദരിമാരോട് നമുക്ക് വലിയ കടപ്പാടുണ്ട്. നമ്മെ വളർത്തി വലുതാക്കുന്നതിൽ അവർക്ക് വലിയ
പങ്കുണ്ട്. നമ്മെ നമ്മളാക്കി മാറ്റുന്നതിൽ അവർ നല്ല ശ്രദ്ധ കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ നന്മ നാം കാത്തു സൂക്ഷിക്കുക. അവർക്ക് വേണ്ട വിധം ബഹുമാനം നൽകുക. അവരർഹിക്കുന്ന സ്ഥാനങ്ങളിൽ അവരെ നാം കുടിയിരുത്തുക. അവരെ നാം അങ്ങോട്ടു ചെന്ന് സന്ദർശിക്കുക. അവരുടെ ഇണകൾക്കു മുന്നിൽ അവരുടെ സ്ഥാനവും അന്തസ്സും നാം പ്രകടമാക്കുക. ഒരിക്കലും ആ ബന്ധം മുറിച്ചു കളയരുത്. അവരുടെ അഭിപ്രായങ്ങളെ നാം പരിഗണിക്കണം. അവർക്ക് അള്ളാഹു വിധിച്ചിരിക്കുന്ന വിഹിതങ്ങൾ, അവകാശങ്ങൾ നാം വകവെച്ചു കൊടുക്കുക. അനന്തരാവകാശ സ്വത്തിൽ അവർക്കു നാം കുറവ് വരുത്താതിരിക്കുക. ജാബിർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിന് കലശലായ രോഗം വന്നു. ബോധക്ഷയത്തിലാണ്ടുപോയ അദ്ദേഹം ഉണർന്നയുടൻ ചോദിച്ചത് എൻ്റെ സഹോദരിമാരുടെ അനന്തരാവകാശ വിഹിതത്തിൻ്റെ കാര്യമെന്തായി എന്നായിരുന്നു. അദ്ദേഹം പ്രവാചകരോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇന്ന മാലി അഖവാത്ത്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, എനിക്ക് സഹോദരിമാർ മാത്രമാണുള്ളത്. അപ്പോഴാണ് വിശുദ്ധ ഖുർആനിൽ സഹോദരിമാരുടെ അനന്തരാവകാശത്തെക്കുറിച്ചുള്ള നിയമം അള്ളാഹു അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സഹോദരിമാരുടെ അനന്തര സ്വത്തിൻ്റെ കാര്യത്തിൽ നാം അള്ളാഹുവിനെ സൂക്ഷിക്കുക. അള്ളാഹു കൽപ്പിച്ചതു പ്രകാരം വലിന്നിസാഇ നസീബും മിമ്മാ തറക്കൽ വാലിദാനി വൽ അഖ്റബൂൻ മിമ്മാ ഖല്ല മിൻഹു ഔ കസുർ നസീബൻ മഫ്റൂദ എന്നതു നാം നടപ്പിലാക്കുക. അതായത് മാതാപിതാക്കളും ഉറ്റ ബന്ധുക്കളും വിട്ടേച്ചുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും വിഹിതമുണ്ട്. സ്വത്ത് കുറവായാലും കൂടുതലായാലും ആ വിഹിതമുള്ളതു തന്നെയാണ്. ഇത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അതുപോലെ മുതിർന്ന സഹോദരിമാരെ നാം സമ്മാനങ്ങളുമായി സന്ദർശിക്കുക. കാരണം രക്തബന്ധത്തിലും കുടുംബത്തിലേക്കും നാം നൽകുന്ന സമ്മാനങ്ങൾക്ക് വലിയ പ്രതിഫലമുണ്ട്. ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു അൻഹ ഒരിക്കൽ ചില സമ്പത്ത് ദാനം ചെയ്തു. അപ്പോൾ പ്രവാചകർ പറഞ്ഞത്, ലൗ അഅ്തൈതിഹാ ഉഖ്തകി ലകാന ഖൈറൻ ലക്കി, ആ നൽകിയ ദാനം സ്വന്തം സഹോദരിക്ക് നൽകിയിരുന്നുവെങ്കിൽ അതായിരുന്നു കൂടുതൽ പ്രതിഫലാർഹം. നമ്മുടെ സഹോദരിമാരോട് നാം ചെയ്യുന്ന നന്മകളിൽ പ്രധാനപ്പെട്ടയൊന്ന് അവരുടെ ദുഃഖങ്ങൾക്ക്, ആകുലതകൾക്ക് പരിഹാരമുണ്ടാക്കുക, അവരുടെ കടം വീട്ടിക്കൊടുക്കുക, അവരുടെ നേർച്ചകൾ പൂർത്തീകരിക്കുക. അത് ജീവിതകാലത്തും അവരുടെ വിയോഗത്തിന് ശേഷവും സാധ്യമാവുന്നതാണ്. ഒരാൾ പ്രവാചകരോട് വന്ന് പറഞ്ഞു, എൻ്റെ സഹോദരി ഹജ്ജ് ചെയ്യാൻ നേർച്ചയാക്കിയിരുന്നു, പക്ഷേ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർ മരണപ്പെട്ടു. പ്രവാചകർ പറഞ്ഞു, അവർക്കു വല്ല കടവുമുണ്ടായിരുന്നെങ്കിൽ ആ കടം താങ്കൾ വീട്ടുമായിരുന്നില്ലേ? എന്നതുപോലെ അള്ളാഹുവിനോടുള്ള ഹജ്ജെന്ന ഈ കടം താങ്കൾ വീട്ടിക്കൊള്ളുക. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഉപ്പമാരെ, നമ്മുടെ മക്കൾക്കിടയിൽ അവരുടെ മുതിർന്ന സഹോദരിയോടുള്ള ബഹുമാനം നാം ഊട്ടിയുറപ്പിക്കണം. അവരെ നന്നായി പരിഗണിക്കുവാനും ആദരിക്കുവാനും അവരെ നാം ഉണർത്തണം. അങ്ങനെ നമ്മുടെ മക്കൾക്കിടയിൽ കരുണയുണ്ടാവണം, സ്നേഹമുണ്ടാവണം, നമ്മുടെ കുടുംബത്തിൽ ഇഴയടുപ്പമുണ്ടാവണം, സൗഹൃദമുണ്ടാവണം. നമ്മുടെ സമൂഹം കെട്ടുറപ്പും സഹകരണവുമുള്ളതായി മുന്നോട്ടു പോകണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.